നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മൂന്നിരട്ടി ശക്തി കിട്ടാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ലിഖിത ജപമാണ്. അതായത് നമ്മൾ എഴുതി ജപിക്കുക. അതായത് ഇപ്പോൾ ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശരവണഭവ, ശ്രീരാമജയം, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ എന്നിങ്ങനെയുള്ള നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുന്നതിന് പകരം ഒന്ന് എഴുതി ജപിക്കുക. ഇപ്പോൾ 21 തവണ ഡെയിലി ചൊല്ലുന്നവരാണെങ്കിൽ ആ 21 തവണ ഒന്ന് എഴുതി ജപിക്കുക എന്നുള്ളത് അവരുടെ ഫലം കൂട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതായത് ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും വലിയ സ്തോത്രങ്ങൾ ജപിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒപ്പം അവരുടെ നാമങ്ങൾ കൂടി ഒന്ന് എഴുതുക. അതായത് ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരാണെങ്കിൽ അത് ജപിച്ച് കഴിഞ്ഞിട്ട് ഓം നമോ നാരായണായ എന്ന് ഒരു 21 തവണ ഒന്ന് എഴുതി, അല്ലെങ്കിൽ ശിവപഞ്ചാക്ഷര സ്തോത്രം ജപിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ പുറകെ ഓം നമഃ ശിവായ എന്നൊന്നൊരു 21 തവണ എഴുതി. അപ്പോൾ ആ എഴുത്തുകൂടിയാകുമ്പോൾ എഴുത്തിന് ശക്തി കൂടുമെന്ന് പറയാനൊരു കാരണമുണ്ട്. അതായത് അക്ഷരത്തിൻ്റെ ദേവത സരസ്വതി ദേവിയാണ്. അപ്പോൾ ആ എഴുതുന്ന വ്യക്തിക്ക് സരസ്വതി കടാക്ഷം കൂടി കിട്ടുന്നതിനാൽ അവരുടെ പ്രാർത്ഥനയുടെ ശക്തി കൂടുന്നു എന്നാണ് വിശ്വാസം മാത്രമല്ല, അതിൽ സത്യമുണ്ട്. അതായത് മൂന്നിരട്ടി ഫലം അവർക്ക് കൂടുതൽ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ എഴുതി ജപിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഗുണം ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ മന്ത്രങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ എഴുതി ജപിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ വലിയ സ്തോത്രങ്ങളോ ഒക്കെയാണ് ചൊല്ലുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം ഈ ചെറിയ നാമങ്ങളും അവരുടെ തന്നെ ചെറിയ നാമങ്ങൾ നിങ്ങൾക്ക് എഴുതുക. ഇതൊക്കെ നിങ്ങളുടെ ഫലം കൂട്ടുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 300 കവിഞ്ഞു. ആഗസ്റ്റ് മാസമാകുമ്പോൾ ഒരു വർഷത്തിനുള്ള 500 എത്തണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളിത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വ്യൂവേഴ്സൊക്കെ എനിക്ക് ചിലതിന് കിട്ടാറുണ്ട്, പക്ഷേ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാറില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്തൊരു കാര്യവുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.